വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിന് കാരണം കുവൈറ്റിലുണ്ടായ ഫ്ലാറ്റ് അപകടം, തീപിടുത്തം. അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു എന്താ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റൊന്നുമല്ല, ആ ഫ്ലാറ്റിനകത്തു നിന്ന് കേൾക്കുന്ന കരച്ചിൽ. കാരണം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണോ മരണത്തിന് മുമ്പിൽ കിടന്ന് കരയാണോ എന്നറിയില്ല. നമുക്ക് കാണാൻ പറ്റില്ല അവസ്ഥ. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഇനി ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഏതായാലും അതിനു മുന്നേ ആ അപകടത്തിൽ പെട്ടവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണേ. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ അതിന് ലക്ഷങ്ങളാണ് വില. 50 ലക്ഷം, 75, 80, 1 കോടി, 1.5 കോടി, 2 കോടിയൊക്കെ മുടക്കിയാണ് ഫ്ലാറ്റ് വാങ്ങിക്കുന്നത്. ഈ ഫ്ലാറ്റ് വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് അവർക്കും ലക്ഷങ്ങൾ വിലയുള്ള കാറുകളുണ്ട്, അതുപോലെ ഫർണിച്ചറുകളുണ്ട്, എല്ലാ ഉപകരണങ്ങളുണ്ട്. ഇത്രയെല്ലാം സാമ്പത്തികമായിട്ട് മുടക്കിയിട്ടാണ് ഈ ഫ്ലാറ്റിനകത്ത് ജീവിക്കുന്നത്. പക്ഷേ ഇവരെന്തുകൊണ്ട് തങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ആ സേഫ്റ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞ്. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? എൻ്റെ കൊച്ചു ബുദ്ധിയിൽ തോന്നിയ ഒരു കൊച്ചു കാര്യമാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. മറ്റൊന്നുമല്ല, എല്ലാ ഫ്ലാറ്റുകളിലും അതിൻ്റെ ബാൽക്കണിയിൽ സേഫ്റ്റി റോപ്പ് വെക്കുക. അവിടെ ഫിക്സ് ചെയ്ത് സേഫ്റ്റി റോപ്പ്. അതിന് വലിയ മുതൽ മുടക്കൊന്നുമില്ല. ഒരു കാറ് മേടിക്കണ പൈസയോ, ഒരു ഫ്ലാറ്റ് മേടിക്കണ പൈസയോ, ചിലപ്പോൾ ഒരു ഫർണിച്ചർ മേടിക്കണ പൈസയോ പോലും ആവില്ല. ഈ സേഫ്റ്റി റോപ്പ് വഴി ഒരു അപകടം പറ്റിയാൽ ആ റോപ്പ് നേരെ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇട്ടിട്ട് അതിൽ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ, ഊർന്നിറങ്ങാൻ പറ്റുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. ഒരു കട്ടിയുള്ള കയറായാലും മതി. ആ കയറ് ഒരു 1 അടി അല്ലെങ്കിൽ 1.5 അടി ഗ്യാപ്പിൽ കെട്ടിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് ആ ഒരു കയറ് നമ്മുടെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആ ബാൽക്കണിയിൽ തന്നെ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിൽ ഈ കയറിൻ്റെ ഒരറ്റം ഫിക്സ് ചെയ്യുക. ബാക്കി അവിടെ റൗണ്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ അവസാന ഒരു മാർഗ്ഗമായിരിക്കും അത്. എമർജൻസി സ്റ്റെയർ ഉണ്ടാവും, പക്ഷേ അവിടെയും തീ പിടിച്ചാൽ എന്ത് ചെയ്യും? താഴേക്ക് ഓടി ഇറങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. പക്ഷേ ഒരു കൂടുതൽ ശതമാനം പേർക്കും ചിലപ്പോൾ 1-2 ജീവൻ നഷ്ടപ്പെടുമായിരിക്കും. എങ്കിൽ അതുപോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ലക്ഷങ്ങൾ മുടക്കണ്ട. ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ ജീവിതം സേഫ് ആക്കുമ്പോൾ, അപകടം വരുമ്പോൾ അത് രക്ഷപ്പെടാനുള്ള മാർഗത്തിന് കുറച്ച് പൈസ മാറ്റി വെക്കണം. ഇന്ന് എത്രയോ ടെക്നോളജി ഇവിടെ വളർന്നു കഴിഞ്ഞ്, എത്രയോ ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞ്, എന്നിട്ടും എന്തുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം ഒരു കമ്പനിക്കാരും ശ്രമിക്കുന്നില്ല? ഞാനീ പറയുന്ന കാര്യം ലോകം മുഴുവൻ എല്ലാ ഫ്ലാറ്റുകളിലും വന്നേ പറ്റുള്ളൂ. കാരണം എവിടെ എന്ത് അപകടം ഉണ്ടാവുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. വർഷങ്ങൾ പഴക്കമുള്ള ഫ്ലാറ്റുകളുടെയൊക്കെ അവസ്ഥയിൽ വളരെ ദയനീയമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ, കുറേ വർഷം പഴക്കമുള്ള ഫ്ലാറ്റാണ്. അതിൻ്റെ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടയാൻ ബുദ്ധിമുട്ട്. വളരെ ദയനീയമായിട്ടാണ് അടഞ്ഞത്. അത് പിന്നീട് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തുറയുന്നില്ല. കുറച്ച് നേരത്തേക്ക് ടെൻഷനായിപ്പോയി. ലാസ്റ്റ് ലിഫ്റ്റിലിട്ട് 3-4 ഇടി ഇടിച്ചതിന് ശേഷമാണ് ലിഫ്റ്റ് പതുക്കെ ഒന്ന് തുറന്ന് കിട്ടിയത്. ഇതാണ് ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ ഇവിടെയൊക്കെ എന്തും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കരുത്. നമുക്ക് നമ്മുടെ തലമുറക്കും വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള മാർഗങ്ങൾ അത് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കണേ. ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളിത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ്, ഇൻഫർമേഷൻസ് എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. FBയിലാണെങ്കിൽ ഫോളോ ചെയ്തിടുക. നല്ല നല്ല ഇൻഫർമേഷൻസ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്. അത് ഇന്നും നാളെയും എപ്പോഴും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാവും. സ്നേഹത്തോടെ.